തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടാനയ്ക്ക് നേരെ വിനോദസഞ്ചാരികളുടെ പ്രകോപനം. ഏഴാറ്റുമുഖം ഗണപതി എന്ന കാട്ടാനയ്ക്ക് മുന്നിൽ ബൈക്ക് ഇരപ്പിച്ച് ശബ്ദമുണ്ടാക്കിയതാണ് പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചത്. ഇതോടെ കാട്ടാന ഇവർക്കു നേരെ പാഞ്ഞെടുത്തു. മറ്റ് യാത്രക്കാർ ബഹളം വച്ചതോടെയാണ് ആന പിൻവാങ്ങിയത്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ദിലീപേ, നിനക്കത് കണ്ണൂടെ പൊളിച്ചോ ലെവിൻ കെ വിജയനോട് നമുക്കിപ്പം ലെവിൻ, ഈ കാട്ടാനയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നമ്മൾ സ്ഥിരമായി കൊടുക്കാറുണ്ട്. ഇതിപ്പം മനുഷ്യൻ അങ്ങോട്ട് പോയി അടി ഇരുന്ന് വാങ്ങുന്ന ഒരു കാഴ്ചയാണല്ലോ. തീർച്ചയായും സേതുലക്ഷ്മി, അത് തന്നെയാണ് ഈ വാർത്തയുടെ ഒരു പ്രത്യേകതയും. കാരണം ചില മാധ്യമങ്ങളിലടക്കം ഇത്തരം ഈ സംഭവത്തെ ചൂണ്ടിക്കാട്ടി വാർത്ത പ്രചരിച്ചത് ആന നാട്ടുകാർക്ക് നേരെ പാഞ്ഞെടുത്തു എന്നുള്ള തരത്തിലാണ്. ഈ ദൃശ്യങ്ങൾ, അതിന്റെ തുടക്കം മുതലുള്ള ദൃശ്യങ്ങൾ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ പറ്റും. ശാന്തനായി നിൽക്കുന്ന ഏഴാറ്റുമുഖം ഗണപതിയെ ബൈക്ക് ഇരപ്പിച്ച് ശബ്ദമുണ്ടാക്കി ശ്രദ്ധ ആകർഷിച്ച് പ്രകോപിപ്പിച്ച് ആനയുടെ ചിത്രങ്ങൾ ഡിജിറ്റൽ ക്യാമറയിലും മറ്റും പകർത്താൻ ശ്രമിക്കുന്ന ആളുകളെ നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. പൊതുവെ അതിരപ്പള്ളി വാഴച്ചാൽ മേഖലകളിൽ കണ്ടുവരുന്ന ഏറ്റവും ശാന്തനായ ആനയാണ് ഏഴാറ്റുമുഖം ഗണപതി. ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ വാഴച്ചാൽ DFO അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിച്ചിരുന്നു. പലതരത്തിലും വിനോദസഞ്ചാര മേഖല കൂടിയായി പ്രദേശത്തേക്ക് ആളുകൾ നിരന്തരം യാത്ര ചെയ്യുമ്പോൾ ഈ റോഡ് സൈഡിൽ കാണാവുന്ന കാലടി പ്ലാന്റേഷൻ 17ാം ഡിവിഷനിൽ കാണുന്ന സ്ഥിരമായി എത്തുന്ന ഒരു കാട്ടാനയാണ് പൊതുവെ ശാന്ത സ്വഭാവക്കാരനായ ഏഴാറ്റുമുഖം ഗണപതി. ഏഴാറ്റുമുഖം ഗണപതിയെ ബോധപൂർവം പ്രകോപിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ചില ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു ശ്രമം അത് ജനശ്രദ്ധയിൽ എത്തണം എന്നുള്ളത് DFOയുടെ കൂടെ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യപ്രകാരമാണ് അവരോട് സംസാരിച്ചപ്പോൾ നമുക്ക് ഇത്തരം ഒരു വാർത്തയിലേക്ക് എത്തുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ആന നാട്ടുകാർക്ക് നേരെ പാഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ സത്യാവസ്ഥ ഇതാണ്. ആന ശാന്തനായി നിൽക്കുന്ന ആനയെ പ്രകോപിപ്പിച്ച് ബോധപൂർവം അതിന് ശല്യമുണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു യുവാവും യുവതിയും ബൈക്കിലെത്തിയ 2 ആളുകൾ ശ്രമിക്കുന്നത് കാണാം. ഈ ആന ഒടുവിൽ ഈ പ്രകോപനത്തിന് ശേഷം ആന ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുകയും കൂടെ നിന്ന യാത്രക്കാരടക്കം ശബ്ദമുണ്ടാക്കുകയും ചെയ്തതോടുകൂടിയാണ് പിൻവാങ്ങുന്നത്. DFO ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആളുകളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായും ഇവർക്കെതിരെ കേസെടുക്കുന്ന നടപടികളെ കുറിച്ചടക്കം ആലോചിക്കുമെന്നുമാണ് അറിയിച്ചിട്ടുള്ളത്. ഒരു സന്ദേശം എന്നുള്ളത് ഇത്തരത്തിൽ ബോധപൂർവം വന്യമൃഗങ്ങൾക്ക് നേരെ പ്രകോപനമുണ്ടാക്കി അപകടം ക്ഷണിച്ചു വരുത്തുന്ന ഇടപെടലുകൾ ഒരാളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകരുതെന്നുള്ളൊരു ജാഗ്രതാ നിർദ്ദേശം കൂടി അവർ നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് കാലടി റേഞ്ചിനും വാഴച്ചാൽ റേഞ്ചിനും ഇടയിലുള്ള കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി ഡിവിഷൻ 17ൽ പുലിപ്പാലത്തിന് സമീപമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ദിലീപ് എന്ന് ഈ വീഡിയോയിൽ നമ്മൾ കേൾക്കുന്ന ശബ്ദം ദിലീപ് എന്ന ഒരാളെ മറ്റൊരാൾ വിളിച്ച് പുറകോട്ട് മാറാൻ ആവശ്യപ്പെടുന്നതാണ്. ശരി ലെവിൻ, നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം ഈ മനുഷ്യ വന്യജീവി അക്രമങ്ങൾ എപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കും. പക്ഷേ ഇങ്ങനത്തെ ഒറ്റപ്പെട്ട സംഭവങ്ങളും വന്യജീവികളെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ചില പ്രവണതകൾ മനുഷ്യരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ള കാര്യം കൂടി, അല്ലെങ്കിൽ സഞ്ചാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നൊരു കാര്യം കൂടിയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അതിരപ്പള്ളി വാഴച്ചാൽ മേഖലയിലുണ്ടായ ഒരു സംഭവമാണിത്. അതിൻ്റെ ദൃശ്യങ്ങളും അതിൻ്റെ വിവരങ്ങളുമാണ് നമ്മൾ കണ്ടത്. ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.